ഇനി നമ്മൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നതാണ്. ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇവിടെ ഡിഫൈൻ ചെയ്തു. 1 20 1 2 എന്ന് പറയുന്ന ഒരു മെട്രിക്സാണ്. 1 20 1 2 എന്ന് പറയുന്ന മെട്രിക്സ്. പ്രിൻ്റ് മെട്രിക്സ് 1, അത് പ്രിൻ്റ് മെട്രിക്സ് 1 നമുക്ക് നോക്കാം. പ്രിൻ്റ് മെട്രിക്സ് 1, പ്രിൻ്റ് മെട്രിക്സ് 1 പ്രിൻ്റ് ചെയ്തു. ദെൻ എക്സ് ഇൻവേഴ്സ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, അതിൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ടുള്ള ഫോർമുലയാണ്. എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എൻ ബി, ന്യൂമറിക്കൽ പൈത്തൺ എൻ ബി ഡോട്ട് ലീനിയർ ആൾജിബ്ര, അതാണ് അതിൻ്റെ ഇത് നമ്മുടെ മൊഡ്യൂൾ എൻ പി. ഇത് ഫങ്ഷൻ LINALG എന്ന് പറയുന്ന ഫങ്ഷൻ ന്യൂമറിക്കൽ പൈത്തണിൽ നംപൈയിലെ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ഫങ്ഷനിലെ .INV. അപ്പം ഈ NB എന്ന് പറയുന്ന പാക്കേജിലെ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഇൻവേഴ്സ് എന്ന ഫങ്ഷൻ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. അപ്പം NB.LinearAlgebra.INV എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ട് എക്സ് ഇട്ട് കഴിഞ്ഞാൽ എക്സിൻ്റെ ഇൻവേഴ്സ് കാണും. അതാണ് എക്സ് ഇൻവേഴ്സ്. നമുക്ക് നോക്കാം. ഇൻവേഴ്സ് ഓഫ്, നമുക്ക് എന്നിട്ട് പ്രിൻ്റ് ചെയ്യുക. ഇതാണ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻവേഴ്സ്. അതാണ് എക്സ് ഇൻവേഴ്സ്. ഇതാ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മെട്രിക്സിന് എക്സ് ഇൻവേഴ്സ് കണ്ടു. എക്സ് ഇൻവേഴ്സ് അത് എക്സ് ഇൻവേഴ്സ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ എക്സ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് കണ്ടു. കണ്ടോ? എക്സ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് കണ്ടു. അത് NB.LinearAlgebra.INV ഇൻവേഴ്സ് INV എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ് ഇൻവേഴ്സിനെ നമ്മൾ x1 എന്ന് വിളിച്ചു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ് എക്സ് ഇൻവേഴ്സ്. ആ എക്സ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സാണ് x1. അപ്പോൾ x1 ആയിരിക്കും, ആണ് ഒറിജിനൽ മെട്രിക്സ് ആയിരിക്കണം. അപ്പം ഒറിജിനൽ മെട്രിക്സ് x1 ഒറിജിനൽ മെട്രിക്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഉണ്ടോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഇത് കിട്ടി. ഇതാണ് എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഈ മെട്രിക്സാണത്. എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സാണ്. അത് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് എക്സ് ഇൻവേഴ്സ്. അത് കഴിഞ്ഞ് ഈ എക്സ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് കണ്ടു. അതാണ് x1. ആ x1 നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഒറിജിനൽ മെട്രിക്സ് ആയിരിക്കണം. ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കണം. അതാ 1 20 1 2 കണ്ടോ? 1 20 1 2. ഇവിടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടായി. അതാണ് 1 ഡോട്ട് എന്ന് പറയുന്നത്. 20 ഡോട്ട് 1 ഡോട്ട് 2 ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് കാണാനുള്ള ഇതാണ് NB.LinearAlgebra.Inverse എന്ന് പറഞ്ഞ് റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മെട്രിക്സിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണും. എന്നിട്ട് ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഒന്നും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മെട്രിക്സ് ആയിരിക്കണം. അതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്തു. ഓക്കെ.